വെൽക്കം ബാക്ക് ടു ഇൻവെസ്റ്റർ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് വഴി പൈസ കളയാൻ ചാൻസ് ഉള്ള 5 വഴികളാണ്. സോ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മണി മേക്കിംഗ് സ്കീമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിൽ പൈസ ഏൺ ചെയ്യാനായിട്ട് ഷുവർ ഷോട്ട് ആയിട്ടുള്ള ടെക്നിക്സോ ടിപ്സോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. സോ പിന്നെ ഞാൻ ആലോചിച്ചു എന്ത് ഫോളോ ചെയ്താലാണ് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് വഴി പൈസ ഏൺ ചെയ്യാമെന്നുള്ളത്. സോ അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ 5 പോയിൻറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൈ ലോ, ആവറേജ്, സെൽ ഹൈ, റിപ്പീറ്റ്. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതാണോ അത് ഒരു കറക്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഡൗൺ സൈഡ് കാണുമ്പോഴത്തേക്ക് പർച്ചേസ് ചെയ്യുക. അത് എന്നിട്ട് ഒബ്വിയസ്ലി അത് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് പോകാനായിരിക്കും ചാൻസ്. കാരണം ഒരു കറക്ഷൻ മോഡിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ വാങ്ങിക്കുന്നത്. സോ അപ്പോൾ അത് ആവറേജ് ചെയ്യുക, എന്നിട്ട് അത് ബൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് എക്സിറ്റ് ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ലാർസൻ ആൻഡ് ടൂബ്രോ, ഇങ്ങനെ ഇതെല്ലാം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആണ്. ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസ് സംഭവിച്ച ഇൻവെസ്റ്റേഴ്സ് കാണത്തില്ല. കാരണം ഇതെല്ലാം ഓവർ ടൈം പുതിയ ലൈഫ് ടൈം ഹൈസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ SIP ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ഓർ ETF. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോ വീണ്ടും ആവറേജ് ചെയ്യുമ്പോഴോ അല്ല അതിൽ SIP ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ചിലപ്പം കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 സ്റ്റോക്സിൽ ഏതൊരു ഒരു സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്താൽ മതി, മാർക്കറ്റ് റിട്ടേൺസ് എത്തണമെന്നില്ല. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ആവറേജ് നോക്കുവാണെങ്കിലും മാർക്കറ്റ് റിട്ടേൺസിൽ മേലെ കിട്ടുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേൺസ് കിട്ടുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഈവൻ മെജോറിറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഒരു 30% മ്യൂച്വൽ ഫണ്ട്സ് എങ്കിലും മാർക്കറ്റ് റിട്ടേൺസിനെ ബിലോയെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ ഇൻഡെക്സിൻ്റെ ETF-ലോ അല്ലെങ്കിൽ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലോ നിങ്ങൾ SIP ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പൈസ ഏൺ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഇൻഡെക്സ് എന്തായാലും ഓവർ ടൈം പുതിയ ലൈഫ് ടൈം ഹൈസിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. അതാകുമ്പം ടൈമിംഗ് നോക്കേണ്ട കാര്യമില്ല. ലൈഫ് ടൈം ഹൈയിലാണെങ്കിലും അല്ലെങ്കിലും പോയി ഇൻഡെക്സിൻ്റെ ETF വാങ്ങിക്കുക. എന്നിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലോ എല്ലാ മാസമോ എങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇത് ബൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ നിങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് എക്സിറ്റ് ചെയ്യുകയും ചെയ്യുക. സോ ദാറ്റ് വേ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുകയാണ്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ ക്രാഷോ വല്ല സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ക്യാപിറ്റൽ കാണുകയും ചെയ്യണം. അതായത് കൂടുതൽ ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങിക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 10 സ്റ്റോക്കിലോ അല്ലെങ്കിൽ 5 സ്റ്റോക്കിലോ നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് എല്ലാ സ്റ്റോക്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ സിംഗിൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ സിംഗിൾ ETF-ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. സോ പെട്ടെന്നൊരു ക്രാഷ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വാങ്ങിച്ച ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ എക്സ്ട്രാ യൂണിറ്റ്സ് പോയി പർച്ചേസ് ചെയ്യുന്ന ഒരു ലംസമായിട്ട്, എന്നിട്ട് മാർക്കറ്റ് ബൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് എക്സിറ്റും ചെയ്യാം. ഇതിൽ പൈസ ഏൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലെന്ന് പറയാൻ മറ്റൊന്നുമല്ല. ഒരു മാർക്കറ്റും ഒരു ഡയറക്ഷനിലോട്ട് പോകത്തില്ല. എല്ലാ ദിവസവും ഇതിങ്ങനെ മേലോട്ട് തന്നെയോ അല്ല താഴോട്ട് തന്നെയോ പോകത്തില്ല. ഒരു ബൗൺസ്, ഒരു റിവേഴ്സൽ എപ്പോഴായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. താഴോട്ട് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് ലെവൽ വാങ്ങിച്ചാലും തിരിച്ചൊരു ബൗൺസ് വരും. സോ അത് മാത്രമല്ല ഓവർ ടൈം മാർക്കറ്റ് ആണെങ്കിൽ പുതിയ ലൈഫ് ടൈം ഹൈസിൽ എത്തുകയും ചെയ്യും. അതും ഒരു ഗ്യാരണ്ടിയാണ്. സോ അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എക്സിറ്റ് പ്ലാനും അതിൻ്റെ ഒരു റീ എൻട്രി പ്ലാനും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹയർ ഹൈസും ഹയർ ലോസിൻ്റെ സ്ട്രാറ്റജി ആണെങ്കിൽ അത് ആ സ്ട്രാറ്റജി തന്നെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ട് വേണം ബൈയിങ്ങും സെല്ലിങ്ങും നടത്താനായിട്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് വഴി നിങ്ങൾ പൈസ കളയാൻ ചാൻസ് ഉള്ള 5 വഴികൾ. സോ ആ ഒരു റൂള് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡിസ്കൗണ്ട് ബ്രോക്കറിലോട്ട് സ്വിച്ച് ചെയ്യുക എന്നതാണ്. ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്പായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ട്രഡീഷണൽ ഫുൾ ടൈം ബ്രോക്കർ ഏജൻസിയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം മേ ബി 0.5% അല്ലെ 1% ആയിരിക്കും ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആനുവലി നോക്കുമ്പം നിങ്ങൾ ബ്രോക്കറേജ് തന്നെ വലിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിലോട്ട് പോകുമ്പോഴത്തേക്ക് മേ ബി അതിൽ 0 ആയിരിക്കും. ആ അപ്പുറത്ത് കൊടുക്കുന്ന 1%ൻ്റെ സ്ഥാനത്ത് ഇപ്പുറത്ത് ചിലപ്പോൾ 0യോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഒരു ഫീയോ നിങ്ങൾക്ക് വരുന്നുള്ളതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മണി മേക്കിംഗ് ടിപ്പല്ല. പക്ഷേ ഓർക്ക് ഡോളർ സേവ്ഡ് ഇസ് എ ഡോളർ ഏൺഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.